നല്ലൊരു പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. ഇതൊരു ജസ്റ്റ് ഒരു പടം എന്ന് വിശ്വസിക്കാൻ കുറച്ച് കാരണം ജസ്റ്റ് പോലത്തെ എപ്പോഴും നമുക്കൊരു നന്മരുന്നുണ്ടാവും. ഇത് കമ്പാരിറ്റീവ്ലി ഒരു പക്ക ത്രില്ലർ മൂവിയാണുണ്ടായിരുന്നു. പലരും അയ്യപ്പ മോശി വൈബ് ആണെന്ന് തീർച്ചയായും സ്റ്റാർട്ടിങ് രണ്ടുപേരും യൂട്യൂബ് ഫ്ലാഷ് നന്നായി കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ട്രൈ നടക്കുമ്പോൾ അതിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുകയാണ്. സോ ക്യൂരിയോസിറ്റി നന്നായി ബിൽഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ് ചെറിയ ഡിപ്പ് പോലെ തോന്നിയത് ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ട് വെച്ചായിരുന്നു ആൻഡ് റീസണബിൾ ആയിരുന്നു. സോ നമുക്കൊരു കുറച്ച് നാൾക്ക് ശേഷം മാസികയുടെ അതൊരു കമ്പാരിസൺ ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണറിൽ അടിപൊളിയായിട്ട് ചെയ്യണം. സോ നിരാശപ്പെട്ടില്ല. ഒരു നല്ലൊരു പോലീസ് വിശേഷത്തിലുള്ള നമ്മൾ കേരളം കാണാം. ഒരു മാസീവ് ആക്ഷനോ അല്ലെങ്കിൽ മാസ് ഡയലോഗോ പ്രതീക്ഷിച്ചാൽ മൂവിയാണ്. അടിപൊളിയാണ്. കാരണം ഒരു ക്ലൈമത്തിൽ വിശേഷമാണ്. കാരണം വിശ്വ ഇതിന് കണ്ട മൂവീസ് എല്ലാം ഒരു വേറെ കോംപ്ലിക്കേറ്റഡ് മൂവീസൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊരു വെറൈറ്റി കിട്ടിയ മൂവിയാണ്. ഡയറക്ഷൻ മേക്കിംഗ് BGM സ്റ്റോറി വൈസ് എല്ലാം കണ്ടായിരുന്നു. പിന്നെ പോലീസിനുള്ള ക്രിമിനലാണ് ഇതിൻ്റെ ടീം. അപ്പം അധികം ഇതിൻ്റെ പറയില്ല. പക്ഷേ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവി ഒരു കർമ്മോ അല്ലെങ്കിൽ കാണാൻ പറ്റിയ അറിവുമാണ്. ഇത് സിനിമ ഫോക്കസ്ഡാണ് മൂവിയാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ അത് നമ്മൾ ആരെ പിന്നെ നോക്കാൻ കുറേ ചിന്തിക്കാൻ പറ്റും. അതായത് കുറേ ഫസ്റ്റ് ആക്ടിങ്സ് കുറേ ചിന്തിക്കാം. കാരണം നമുക്ക് ഫസ്റ്റ് വേണ്ടി വരും ആരാണ് ഇതിലെ ആൾ മനസ്സിലാക്കും. ആക്ഷൻ സീക്വൻസ് ഒക്കെ പ്ലേസിംഗ് ആയിരുന്നു. ആക്ഷൻ സീക്വൻസ് കുറവാണ്. കാരണം ബിജുവാൻ്റെ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസ് കുറവായിരുന്നു. ഒരു 2 സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ ട്രെയിലറിൽ നമ്മൾ കണ്ടു പ്രതീക്ഷിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ബിജു മേനോൻ ആസിഫ് അലി പെർഫോമൻസ് ആണ് സിനിമയിൽ. നമ്മൾ ഹീറോയിസം എന്ന് പറയില്ല, പക്ഷെ ഒരു പോലീസ് സ്റ്റോറിക്കകത്ത് അവർ ചെയ്യാൻ പറ്റുന്നത് എന്താണോ, കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആയാലും അവരുടെ മാനേഴ്സ് ആയാലും കംപ്ലീറ്റ്ലി ജിസ്ജോയ് ചോർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈറ്റിലും ജിസ്ജോയി കാണിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല ജിസ്ജോയ് ചെയ്ത സിനിമയാണ്. നമ്മുടെ എന്താ കോമഡി ആയിട്ട് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ വില്ലൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചിട്ട് ആ ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ട്രോളുകൾക്കുള്ള മറുപടിയാണ് ജിസ്ജോയ്ക്ക് ട്രോളുകൾക്ക് മറുപടിയാണ്. പിന്നെ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായ ക്യാരക്ടർ ആർക്കുണ്ട് ഈ സിനിമയിൽ. വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ആരുമില്ല. പിന്നെ 1-2 സീനുകൾ വന്നു പോകുന്നവർ പോലും അവരുടെ ഭാഗം ആ പടത്തിന് വേണ്ട ഇമോഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നത് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ് അനുശ്രീ ഏത് ശക്തമായ കഥാപാത്രമാണ്. നമ്മുടെ സിനിമകളിൽ നിന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോകുമെന്ന് ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് സ്ക്രീൻ ഇവരുടെ അത്രയും ഇല്ലെങ്കിൽ കൂടി അവർ ഈ സിനിമയിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള്, പ്രത്യേകിച്ച് അനുശ്രീയും മകളുമായിട്ടുള്ള രംഗങ്ങൾ അനുശ്രീയുടെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ട് സീനിൽ വന്നിട്ട് ജാഫ്രി കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത സീൻ കൊണ്ടുപോയി ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചിന്ത എന്ന രീതിയിൽ ജാഫ്രിക്ക് എടുത്തത് ചെറുതായിട്ട് ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ഈ കഥ എങ്ങനെ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പുള്ളി ആ കഥ പറയുകയാണ്, അപ്പോൾ ആർട്ടിസ്റ്റ് എവിടെ കൂടിയാണ് അങ്ങനെയുള്ള ഒരു സിനിമ എന്താണ് വ്യത്യസ്തമാക്കാൻ. സാധാരണ അന്വേഷണം റീസെന്റ് കണ്ട സിനിമകളിൽ പഴയ കാലത്തെ അന്വേഷണ കഥകളാണ് പറയുന്നത്. ഇത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയ ന്യൂജൻ സ്റ്റോറിയാണ്, വർത്തമാന കാലത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ്. വന്നു പോകുന്ന എല്ലാവരും അവരുടെ അസാധ്യമായ പ്രകടനം പുറത്തെടുക്കുക. കോട്ടയം നസീറൊക്കെ ഇനിയും യൂസ് ചെയ്യാനിരിക്കുന്നത് ഈ സിനിമയിലൂടെ കാണും. കോട്ടയം നസീർ, ശങ്കർ രാമകൃഷ്ണൻ, ദിലീഷ് പോത്തൻ ഇങ്ങനെയുള്ള ഒരുപക്ഷെ അഭിനേതാക്കളുടെ മാസ്മരിക പെർഫോമൻസ് തന്നെ എടുത്തു പറയണം. കാരണം അവർ കംപ്ലീറ്റ് ആ ക്യാരക്ടറായിട്ട് മാറിയിരുന്നു. സിനിമയ്ക്ക് വേണ്ട സീരിയസ്നെസ് തുടക്കം മുതൽ ഒടുക്കം വരെ എഴുത്തിൽ പുലർത്തിയ, കാരണം ഇത്തരം സിനിമകൾ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിഗംഭീരമായി എഴുതിയ, നന്നായി എക്സിക്യൂട്ട് ചെയ്ത, ആക്ഷൻ എല്ലാ ആക്ടേഴ്സും കംപ്ലീറ്റ് ഇമോഷൻ കൊടുത്ത ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്റർ മൂവിയാണെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ദീപക് ദേവിൻ്റെ BGM ആണ്. ദീപക് ദേവിൻ്റെ BGM എന്ന് പറയുന്നത് തിയേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് മൂഡിനെ എലിവേറ്റ് ചെയ്യുന്ന ദീപക് ദേവിൻ്റെ മ്യൂസിക് ഈ സിനിമയെ വളരെയധികം എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണ്. ഈ മഴക്കാലത്താണെങ്കിലും ത്രില്ലർ മൂവീസ്, പോലീസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ ആസിഫ് അലിയുടെ ബിജു മേനോന്റെ ആക്ടിംഗ് മുഹൂർത്തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ആരാണ് തലവൻ? തലവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്കൊരു മിസ്കമ്മ്യൂണിക്കേഷൻ മനഃപൂർവ്വം തരുന്നതാണോ എന്ന് അറിയില്ല. കാരണം ഇതിലൊരു അൺഫിനിഷ്ഡ് ജോബ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു സെക്കൻഡ് ഭാഗം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ. അപ്പോൾ തലവൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും തലവനായ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. കാരണം എത്രയൊക്കെ നമ്മൾ ഒരു ക്രൈമിനെ മറച്ചു ഒരു ക്ലീഷേ ഡയലോഗാണ്, ദൈവമായിട്ട് ഒരു തെളിവ് അവിടെ അവശേഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ തലവനെ കാണാം. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആരാണ് ഹെഡ് എന്നുള്ളൊരു ചർച്ച അവിടെ നടക്കുന്നത്. ഞാനാണ് സുപ്പീരിയർ, നീയാണോ സുപ്പീരിയർ. ഈ സുപ്പീരിയേഴ്സും ഇവരുടെ റാങ്ക് വൈസുള്ള, അതായത് താഴെ നിന്നുള്ള ആസിഫ് അലി തുടങ്ങിയിട്ട് ശങ്കർ രാമകൃഷ്ണൻ വരെയുള്ളവരുടെ തലവൻ ആര് എന്നുള്ളൊരു അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഈ സിനിമയിൽ നന്നായി ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും അതും യൂസ് ചെയ്തിട്ടുണ്ട്. തലവൻ എന്നുള്ള പേരും ആ രീതിയിലാണ് അവർ ഇട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ത്രില്ലർ മൂവി, പോലീസ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന മൂവിയാണ് തലവൻ.